എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഒരു ക്ലാസ്സിൽ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്രണ്ട് നെക്കിൻ്റെ ബ്ലൗസിന് ഈ ഭാഗത്തായിട്ടൊരു ചുളിവ് വരുന്നു. അപ്പം അതെങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്യണം? പലരും എന്നോട് പല പ്രാവശ്യമായിട്ട് ആവശ്യപ്പെട്ട ഒരു സംശയമാണ്. നമ്മൾ ഈ ഫ്രണ്ട് വെട്ടുമ്പോൾ എത്ര അർത്ഥത്തിലാണ് നമ്മൾ യു എടുത്താൽ യു നമുക്ക് കിട്ടുന്നില്ല. ചെറിയൊരു വി ആയിട്ട് ഇവിടുന്ന് പോകുന്നു. ചിലർക്ക് ഇതിൻ്റെ ഭാഗത്ത് നമുക്ക് ലൂസ് വരുന്നു. ഹുക്ക് ഇട്ട് കഴിയുമ്പം കൂടുതൽ ഹുക്കിൻ്റെ പടി വരുന്ന ഈ ഒരു വശമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരമാർഗ്ഗം എന്നപോലെ കട്ടിങ്ങിലൊക്കെ ചെയ്യുന്ന സമയത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് ഉള്ള ഒരു സംശയങ്ങൾ സ്ഥിരീകരിക്കുകയും അത് എത്രത്തോളം നമ്മൾക്ക് മനസ്സിലാക്കി പറഞ്ഞു തരാൻ കഴിയും എന്നതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ക്രോസ് കട്ടിങ് ബ്ലൗസൊക്കെ ഉള്ള സമയത്ത് ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ നെക്കിൻ്റെ ഈ ഒരു ഭാഗം. ഇപ്പോൾ നമ്മൾ ബ്ലൗസ് വെട്ടുമ്പോൾ ഫ്രണ്ട് നെക്ക് നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഈ ഫ്രണ്ട് നെക്ക് നമ്മൾ വെട്ടുമ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ വെട്ടി തയ്ക്കുമ്പോൾ നമ്മൾ ഈ ഭാഗത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ സ്ക്വയർ വരച്ചിട്ടാണ് ഇത് വെട്ടുന്നത്. സ്ക്വയർ വരച്ച് കാണിക്കാം. രണ്ട് പീസ് വെട്ടുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഇങ്ങനൊരു സ്ക്വയർ വരയ്ക്കാറുണ്ട്. ഇത് വന്നിട്ട് ഇങ്ങനെ അതിൻ്റെ സ്ക്വയർ പോകുന്നു. അപ്പം ഇങ്ങനൊരു സ്ക്വയർ വരച്ച് നമ്മുടെ ഫ്രണ്ട് പീസ് വെട്ടുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഈ ഭാഗത്ത് 1/2 ഇഞ്ച് കൂടുതൽ വ്യത്യാസം വരാൻ പാടില്ല. ഇത് 3/4 ഇഞ്ചൊക്കെ അകത്തോട്ട് കയറിപ്പോയാൽ നമ്മുടെ യൂണിക്ക് ഒരു കാരണവശാലും ക്ലിയർ ആകത്തില്ല. ആ ഭാഗം സ്ക്വയർ വരയ്ക്കുമ്പോൾ പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. യൂണിക്ക് നന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്വയർ വരയ്ക്കുമ്പോൾ സ്ക്വയറിൻ്റെ അതായത് ഈ ഒരു ഭാഗം ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഈ ഒരു ഭാഗം 1/2 ഇഞ്ച് കൂടുതൽ വരാനായിട്ട് പാടില്ല. പ്രത്യേകം നോക്കണം. ഈ ഒരു ഭാഗത്ത് നമ്മൾ വരുമ്പം നമുക്ക് ഇങ്ങോട്ട് മേളിലോട്ട് പോകും തോറും ഇത് നമ്മൾ തയ്ച്ചിട്ട് കഴിയുമ്പോൾ ഈ ഭാഗം നമുക്ക് യു ആയിട്ട് കിട്ടത്തില്ല. ഹുക്കിട്ട് ഈ ഭാഗം വലിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് ഒരു വി മോഡലിലേ വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് സ്ക്വയർ വരച്ച് വെട്ടുമ്പോൾ ഈ ഒരു കോൺ, അതായത് നമ്മൾ കൈക്കുഴിയൊക്കെ വെട്ടുമ്പോൾ നമ്മളത് മാർക്ക് ചെയ്യാറുണ്ട്. ആ ഭാഗം 1/2 ഇഞ്ചിൽ കൂടുതൽ ഒട്ടും ആകാത്ത വിധത്തിൽ തന്നെ നമ്മൾ വെട്ടിയെടുക്കണം. പിന്നെ ഫ്രണ്ടിനേക്ക് നമ്മൾ വലിഞ്ഞ് കിട്ടാനായിട്ട് ഈ ഭാഗത്ത് നമ്മളൊരു 1/4 ഇഞ്ച് എടുത്ത് വിടുന്നുണ്ട്. അത് കഴിഞ്ഞ പല ക്ലാസ്സിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ 1/4 ഇഞ്ച് എടുക്കുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യണം, ഇത് ക്രോസായിട്ട് എടുക്കാൻ പാടില്ല. ചെറിയൊരു ഓവലിൽ എടുത്തിട്ട് ഈ സെൻട്രൽ ഡാട്ടിൻ്റെ ഭാഗത്ത് ഇത് വന്ന് നിൽക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ടിനൊക്കെ നമുക്ക് ചുളിവില്ലാതെ കിട്ടുകയുള്ളൂ. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ ഒരു ഭാഗം നമ്മൾ തയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഹുക്ക് പടി തയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ സെൻറ്റർ, അതായത് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ വരും. സെൻറ്ററിൽ നമ്മളെപ്പോഴും ഒരു ഹുക്ക് കൊടുക്കാറുണ്ട്. ഈ പടി വെക്കും, പടിയിൽ ഈ സെൻറ്റർ ഭാഗത്ത് ഒരു ഫ്ലീറ്റ് വെച്ച് കൊടുക്കും. ചെറിയ രീതിയിലുള്ള ഒരു ഫ്ലീറ്റ് വെച്ച് കൊടുക്കും. ഈ ഫ്ലീറ്റ് വെച്ച് കൊടുക്കുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഫ്രണ്ട് ഇങ്ങനെ വെട്ടുമ്പോൾ ചെറിയ ഒരു ഓവൽ ഷേപ്പ് എന്താണെങ്കിലും ഈ ഭാഗത്ത് വരും. കാരണം ഈ ഡാട്ട് പിടിക്കുകയും ഈ ബെൽറ്റ് പീസിന് ഷേപ്പ് എടുക്കുമ്പോൾ നമുക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഓവൽ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഓവൽ വരുമ്പോൾ നമുക്കിവിടെ ഈ പടിപ്പീസ് നമ്മൾ മെഷീനിൽ തയ്ക്കുമ്പോൾ ഒരു ഫ്ലീറ്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് സുഖമായിട്ടിത് വലിയാതെ തന്നെ അടിക്കാൻ പറ്റും. ചെറിയ ഒരു 1/4 ഇഞ്ച് വീതിയുള്ള ഫ്ലീറ്റ് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. അത്രയും ശ്രദ്ധിക്കണം. അപ്പം ഈ ഒരു ഭാഗം നമുക്ക് വൈഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആ ഫ്ലീറ്റിൻ്റെ കാര്യം പറഞ്ഞത്. കൂടാതെ നമുക്ക് ഈ സൈഡിലേക്ക് നമ്മൾ ഈ പീസ് ഇങ്ങനെ അടിച്ച് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഭാഗത്ത് ഓവൽ വരുന്നിടത്ത് ഒരു 1/4 ഇഞ്ചിൻ്റെ വ്യത്യാസത്തിൽ ഇവിടെ വരാറുണ്ട് നമ്മൾ വെക്കുന്നതുണ്ട്. അത് ഇതിലോട്ട് തന്നെ നമ്മൾ ഹെമ്മിങ് വെക്കുന്നതിന് മുന്നേ ആണെങ്കിലും ഇല്ല ഹെമ്മിങ് വെച്ച് കഴിഞ്ഞാണെങ്കിലും അവിടെ നമ്മൾ ഈ ഫ്ലീറ്റ് ഇട്ട് കൊടുത്താൽ ഒരു കാരണവശാലും വലിയാത്ത വിധത്തിൽ ഫ്രണ്ട് നെക്ക് വളരെ ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് പടി പിടിപ്പിച്ച് കഴിഞ്ഞുള്ള ഒരു ഫ്രണ്ട് വശമാണ് ഈ കാണുന്ന ഫ്രണ്ട് സൈഡിൽ നമ്മൾ ബാൻഡ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് നമ്മൾ സെൻട്രൽ ഡാട്ട് പിടിക്കുന്നത്. സെൻട്രൽ ഡാട്ട് പിടിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ നോക്കി ഇവിടെ ഒരു ഓവൽ
ഓവൽ. ഈ ഓവൽ സൈഡിന് നമ്മൾ ഈ സെൻറ്റർ വശത്തെ ഡാട്ട് അടിച്ചെടുത്താണ് ഫ്ലീറ്റ് വെച്ച് കൊടുക്കുന്നത്. ഫ്ലീറ്റ് അത്രത്തോളം വെച്ച് കൊടുത്താൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഹുക്ക് പിടിപ്പിക്കുമ്പോൾ മാറ്റം വരാതെ തന്നെ നമുക്ക് തയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ നെക്കിൻ്റെ ഭാഗത്ത് വരുന്ന ചുളിവും ഈ എത്ര യു വെട്ടിയാലും നമുക്ക് വി പോലെ വരുന്ന ആ ഒരു ഷേപ്പ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും കമൻറ്റുകളൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഇട്ട് തട്ടാൽ നമുക്കതിൻ്റെ എന്താണ് മാർഗ്ഗങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ വീഡിയോയിൽ നോക്കിയിട്ട് ഇനി എന്താണ് സംശയം എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ട് അതിന് വരുന്ന സംശയങ്ങൾ ചോദിച്ചെങ്കിൽ ആ മാർഗ്ഗം കൂടെ നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഇനി ബ്ലൗസ് തയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കുകയും ചെയ്യുമ്പോൾ ക്ലിയർ ആകും. പിന്നെ ക്രോസ് പീസ് വെച്ച് കൊടുക്കുന്ന കാര്യം തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പം എല്ലാവർക്കും എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ പൂർണ്ണമാകുന്നു.